നമ്മളിപ്പോൾ കോൺ ഉണ്ടാക്കുന്നത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ ഞാനത് റെഡ് കളർ എടുത്തത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ്. അപ്പോൾ നമ്മൾക്ക് യെല്ലോ കളർ കൊടുത്തത് നമ്മൾക്ക് ഇതിൽ ഗോൾഡ് പെയിൻ്റ് അടിക്കാം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നതും ഇത് പാസ്തയാണ്. ഇത് പാസ്ത ആക്ച്വലി ഇത് എൻ്റെ കയ്യിൽ ഇരുന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് കളയണം എന്തായാലും. പിന്നെ അതെടുത്ത് ഇങ്ങനെ ചെയ്തേക്കാമെന്ന് വെച്ച്. പിന്നെ നമ്മൾക്ക് ഇതിനും ഗൺ തന്നെ വേണ്ടി വരും, ഗ്ലൂ ഗൺ തന്നെ വേണം. എടുത്തിട്ട് ഞാനിപ്പോൾ ശകലം ഇങ്ങനെ കയറ്റിയാണ് വെച്ചത്. കാരണം നമുക്കിങ്ങനെ വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കയറ്റി വെക്കണം. അല്ലെങ്കിൽ താഴോട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇതിങ്ങനെ ഓരോന്നോരോന്ന് ഇതും നമുക്കിങ്ങനെ അടുപ്പിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പിസ്താഷ്യയിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇതിലും യൂസ് ചെയ്യണത്. നമ്മൾ ഓരോന്ന് ആ ലൈനിൽ ആദ്യം തന്നെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് പോയിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. അടുപ്പിച്ച് തന്നെ വയ്ക്കാം നമുക്ക്. ഇത് ഗ്ലൂ ഇട്ട അപ്പം തന്നെ നമ്മളിങ്ങനെ അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് പോകണം. ഇനി ഇതിപ്പോൾ നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലൈൻ നമ്മൾക്ക് ഇതിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യണത്. പിസ്താഷ്യയിൽ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരും. അത് കുറച്ച് ഇങ്ങോട്ട് ഇത് ഇത്തിരി മോശമായിട്ടുള്ളത് മാറ്റാം. നമ്മൾക്ക് ഇതിങ്ങോട്ട് കുറച്ച് ഓവർലാപ്പ് ചെയ്ത് ഇങ്ങോട്ട് നിൽക്കണം. ഇതിങ്ങോട്ട് കുറച്ച് ഓവർലാപ്പ് ചെയ്ത് നിൽക്കണം. വല്ലാണ്ട് ഗ്യാപ്പ് ഇട്ട് ചെയ്യരുത്. ഇങ്ങനെ ഒട്ടിച്ച് പോകണം. ഇതും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടം വരെ അങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ച് പോകാൻ പറ്റും. നമ്മളിപ്പോൾ ഇത് പാസ്തയുടെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് പിന്നെ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിലെത്തിയപ്പോഴത്തേക്കും ഞാൻ ഇതിന് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ഒടിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. ഇത് കണ്ട പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് രണ്ടായിട്ട് നമുക്ക് കിട്ടും. ഇത് രണ്ടായിട്ട് ഒടിച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത് കണ്ടോ ഓരോ പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലുത് വയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ മുകളിൽ ഇത് 4 പീസ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ഞാൻ ആദ്യം കാണിക്കാൻ മറന്നുപോയി. ഇതാണ് ഇതിൻ്റെ ബോക്സ്. നമ്മൾക്ക് ഇതിൽ കിട്ടുന്നതാണിത്. ഇതിൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണത്. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾക്ക് ഞാനിത് ചെയ്യാൻ പോകുന്നത് ഗോൾഡ് സ്പ്രേ ആണ്. ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇതിനെ ഷേക്ക് ചെയ്ത് ഇത് ഫുള്ളായിട്ട് ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂമിലൊന്നും വെച്ച് ചെയ്യണ്ട. നമ്മൾക്കത് പുറത്ത് മുറ്റത്തൊക്കെ കൊണ്ടുവച്ച് ചെയ്യണമായിരിക്കും എപ്പോഴും നല്ലത്. കാരണം റൂമിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വല്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ട് സ്പ്രെഡ് ആവും. അപ്പോൾ നമ്മളത് പുറത്ത് കൊണ്ടുവച്ചിട്ട് നമുക്കത് സ്പ്രേ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇത് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്കൊരു കാര്യം ചെയ്യാം, ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാൽ തന്നെ നല്ല ഭംഗിയുണ്ട്, എന്നാലും നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ എടുക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ റിബണാണ്. ഇതൊക്കെ ഒത്തിരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒത്തിരി. ഇതിന് നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റിക്കും നമുക്കിതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ക്രിസ്മസ് ഡെക്കറേഷൻ ഉള്ളത് തന്നെയാണ്. ഇതിൻ്റെ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളൊരു പീസ് മതിയാവും. ഇത്രയുള്ള പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിപ്പോൾ ഈ റിബണിൻ്റെയും ഒരു ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കാരണം നമ്മൾ കട്ട് ചെയ്യണമെന്നില്ല, നമ്മളിങ്ങനെ അങ്ങോട്ട് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാനിതിനെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇതിപ്പോൾ ഇതുപോലെ തന്നെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റെഡ് സാധാരണ സാറ്റിൻ റിബൺ ആയാലും മതി, എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാനിത് ഇവിടെ നമ്മളതൊന്നും കൂടെ കെട്ടിക്കൊടുക്കാം. ഇതവിടെ തന്നെ അങ്ങോട്ട് ചുറ്റി ചുറ്റി വെച്ചാൽ മതി. ചുറ്റി വെച്ചിട്ട് കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ട് ഇതിപ്പോൾ ഇതിപ്പോൾ നമ്മൾ മിനിയേച്ചറാണല്ലോ ചെയ്തേക്കണേ. ടേബിൾ ടോപ്പ് ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇതിങ്ങനെ കെട്ടിക്കൊടുക്കാം. അതെല്ലാം നമ്മൾക്കിത് വലിയ ട്രീയിലേക്ക് നമ്മൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ വലിയ റിബൺ കിട്ടും നമുക്ക്. അത് നമുക്ക് ഇതുപോലെ കെട്ടി അപ്പോൾ നല്ല ഗ്യാപ്പിട്ട് കെട്ടണം. ഇത്രയും ഗ്യാപ്പിട്ട് കെട്ടി അതിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെറുതായതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് കെട്ടി പോവുകയാണ്. ഇതുപോലെ കെട്ടി നമുക്ക് ആവശ്യത്തിന് ലെങ്ത്തിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ കെട്ടാൻ വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഇതിനെ പതുക്കെ ഇങ്ങനെ വിടർത്തിയെടുക്കണം. വല്ലാണ്ടൊന്നും വിടർത്തിയെടുക്കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ വിടർത്തി വെച്ചാൽ മതി. ഇതുപോലെ വെച്ചാൽ മതി, ഇത്ര മതി. ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഞാനിപ്പോൾ ഇത്രയും ലെങ്ത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അളവൊന്നും നോക്കിയിട്ടില്ല, എന്തോരം വേണ്ടി വരുമെന്നൊന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് ഇത്രയും അങ്ങോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെയ്യാവുന്നത് നമുക്ക് ഇതിനെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഗൺ വെച്ചിട്ട് തന്നെ ഇതിനെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അവിടെ നിന്ന്. ഇത് ഗൺ യൂസ് ചെയ്ത് നമ്മൾക്ക് ഇവിടെ മുകളിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഗ്ലൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഗ്ലൂ ഗൺ ഇട്ട് കൊടുക്കുവാണ്. ഗ്ലൂ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അവിടെ ഒന്ന് പതുക്കെ ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. കുറച്ച് നേരം നന്നായിട്ടൊന്ന് അതവിടെ ഒന്ന് സ്റ്റിക്കായിക്കോട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ ഞാൻ ചുറ്റി കൊടുക്കുന്നേ ഉള്ളൂ. ഇതിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വന്ന് ഇതിങ്ങനെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഇതിൽ നമുക്ക് അങ്ങ് ചുറ്റി കൊടുക്കാം. ഓക്കെ, ഇതിവിടം വരെ വന്നിട്ട് അത് ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്ത് നമുക്ക് ലാസ്റ്റ് പീസ് നമ്മൾ അടിയിലെ പീസിൻ്റെ മുകളിൽ കൂടെ നമുക്കങ്ങ് എടുക്കാം. ഇതിങ്ങനെ അങ്ങ് എടുത്തിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കുറച്ചൊരു ഗ്യാപ്പ് കൂടുതലുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും അതിനെ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. നന്നായിട്ട് ഗ്ലൂ ഇട്ട് കൊടുക്കുക. ഇവിടെ അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. ഇതവിടെ ഇരുന്ന് നോക്കും. നമ്മളിപ്പോൾ ചുറ്റിക്കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെയും താഴെ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാറും കൂടെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ സ്റ്റാർ നമ്മൾ നേരത്തെ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്യാനൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതിൽ ഗ്ലിറ്റർ ഇടുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഗിഫ്റ്റ് റാപ്പർ എടുത്തിട്ട് ഞാനൊന്ന് അതിൽ ഒട്ടിച്ചു കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സ്ഥലക്കുറവുണ്ട്, ഗ്യാപ്പ് കുറവ്, അവിടെ ഇറക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതൊന്നും മടക്കിയിട്ടുണ്ട് പതുക്കെ. എന്നിട്ട് നമുക്കവിടെ ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കാം. അതിന് ഗൺ തന്നെ നമുക്ക് വേണ്ടി വരും. അതിനപ്പോൾ വേഗം ഒട്ടും വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഷെല്ലായതുകൊണ്ട് നമുക്ക് ഫെവിക്കോളൊന്നും ഇട്ടില്ല. അത് നമുക്ക് പതുക്കെ ഇതെങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. സ്റ്റിക്കായിക്കോളും വേഗം. ഇത് മടക്കി വെച്ചെന്നേ ഉള്ളത്. സ്റ്റിക്കായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നോളൂ. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ടേബിൾ ടോപ്പ് ഒരു ക്രിസ്മസ് ട്രീയും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്?
ഉണ്ടാക്കാനും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളുടെ 3ാമത്തെ വീഡിയോ ആണ്. ഇനിയിപ്പോൾ നമുക്ക് 4ാമത്തെ ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.